ഹലോ ഗൈസ്, നമ്മളിന്ന് മൂകാംബികയിൽ നിന്നും കുടജാദ്രിയിലേക്കുള്ള ഒരു ഓഫ് റോഡ് യാത്രയിലാണ്. ഇവിടെ ഈ യാത്രയിൽ നമുക്ക് ചാർജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 470 രൂപയാണ് കേട്ടോ. അതായത് 70 രൂപ നമ്മൾ ആ ഫോറസ്റ്റിൽ വർക്ക് അടയ്ക്കാനുള്ളതും ബാക്കിയുള്ള പെർ ഹെഡ് 400 രൂപയായിട്ട്, അതായത് 470 രൂപ ഒരാൾക്ക് ചിലവ് വരും. പിന്നെ 8 പേരായാൽ മാത്രമേ ഇവർ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതാണ് വേറെ ഒരു കാര്യം. നമ്മളിപ്പം 7 പേരാണ് ഈ ജീപ്പിലുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരാളുടെ പൈസ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ചേർന്ന് കൊടുക്കണം. അപ്പോൾ ഒരു ഫാമിലിയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഫാമിലി മൊത്തമായിട്ട് മാനേജ് ചെയ്യണ സമയത്ത് ഒരാളുടെ പൈസ കൂടെ കൂട്ടി കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ 2 ഫാമിലിയാണ്, അപ്പോൾ നമ്മൾ 2 പേരും പകുതി ഒരാളുടെ പൈസ ഇടാന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഓഫ് റോഡല്ല, കുറച്ച് ദൂരം നമുക്കിത് ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ആണെങ്കിൽ തന്നെ റോഡ് വഴി കുറച്ച് പോകാനുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചത് തൊട്ടടുത്ത് തന്നെയാണെന്നാണ്, പക്ഷേ ഇരുന്നപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് കുറച്ചധികം തന്നെ പോകാനുണ്ട്. 1 മണിക്കൂറിനടുത്ത് ജീപ്പിൽ ആദ്യം നമ്മൾ ഇതുപോലെ റോഡ് വഴി പോയിട്ടാണ് അവസാനം ഫോറസ്റ്റിലേക്ക്, അതായത് ഓഫ് റോഡ് രീതിയിലേക്ക് വണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ചോദിച്ചു ഇതിൽ വേറെ റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ബസ്സൊക്കെ പോകുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഇതെന്താ വെച്ചാൽ ബാംഗ്ലൂർ റൂട്ടാണെന്നാണ് ഈ ഡ്രൈവർ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. പിന്നെ ഇതിൽ ബസ് പോകുന്നത് കണ്ടിട്ടോ, നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് മുന്നേ ഒരു ബസ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇതിലെ ബസ്സിന് പോവാം. എനിക്ക് തോന്നുന്നു ബസ്സിന്, ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെ ബസ്സിന് പോയിട്ട് അവിടെ നിന്ന് ജീപ്പ് പിടിക്കുന്നതാണ് എളുപ്പമെന്നൊക്കെ. പക്ഷേ കുറച്ചധികം വരാനുണ്ട്. തിരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ബസ് കിട്ടിയിട്ടില്ലെങ്കിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാകും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ജീപ്പിൽ വരുന്നതന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ആരും ലേശം ലാഭമാകും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും വരാണ്ടിരിക്കുക. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ നന്നേ ബുദ്ധിമുട്ടും. ഇവിടെയാണ് കേട്ടോ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഇവിടെ നിർത്തിയിട്ട് നമ്മളടുത്ത് അവർ ആ ചേച്ചിയാണ് നമ്മളടുത്ത് വന്നിട്ട് നോക്കിയത് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടോ. നമ്മളാരുടെയും കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇല്ലായിരുന്നു. പിന്നെ കൂടുതൽ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അവരുടെ അടുത്ത് 200 രൂപ വാങ്ങിച്ച് വെച്ചു. പിന്നെ ഈ ചേട്ടൻ, നമ്മൾ ഡ്രൈവർ ചേട്ടൻ പോയിട്ട് നമ്മൾ ക്യാഷ്, എല്ലാവരുടെയും ക്യാഷും കാര്യങ്ങളൊക്കെ അടച്ച് വേറെ നമുക്ക് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അവിടെ നിന്ന്. പിന്നെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ മുകളിലോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. മുകളിലോട്ട് നോക്കിയപ്പം മലയുടെ ഒരു അറ്റം കാണുന്നപ്പോൾ ഞാൻ താഴ്ന്ന് വെറുതെ തമാശക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടേക്കാണ് പോകണത്, അത്രയും മുകളിലെത്തണം എന്നൊക്കെ. പക്ഷേ ജീപ്പ് കയറി തുടങ്ങിയപ്പം എനിക്ക് തോന്നി അത് നമ്മൾ അങ്ങോട്ടൊക്കെ തന്നെയാണ് പോകണത്. എന്താണെന്ന് അറിഞ്ഞൂടെ, എന്തായാലും പോകുന്നുണ്ട്. ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ജീപ്പ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ മഴ പെയ്യുമ്പം ഇതിനെ ബാധിക്കാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ റൂട്ടിന് ഭയങ്കരമായിട്ട് വെള്ളം ഒലിച്ചിറങ്ങി മണ്ണൊലിച്ചു കൊണ്ടിരിക്കാനും ചളി കെട്ടിയിട്ട് യാത്ര തടസ്സപ്പെടാണ്ടിരിക്കാനാണ് തോന്നുന്നുണ്ട്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഒരു ബണ്ട് പോലെ ഈ ചാടുന്ന സംഭവമുണ്ട്. ഇതേപോലെ ബണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ വളവ് വരുന്നതിനെക്കാട്ടിക്ക് മുന്നിൽ. സൈഡിൽ അതേമാതിരി നല്ല രീതിക്ക് നോവും കാര്യങ്ങളൊക്കെ കയറി കൊടുത്തുകൊണ്ട് വെള്ളമൊക്കെ അതിലേ പോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ മഴക്കാലത്ത് അല്ലാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. മഴക്കാലത്തേക്ക് വന്ന് ഇവിടെ നല്ല ചളി കാര്യങ്ങളൊക്കെ ആയിരിക്കും. നല്ല തണുപ്പുള്ളൊരു സമയം കേട്ടോ, വലിയ ചൂടൊന്നുമില്ല. വെയിലുണ്ടായിരുന്നു വരുന്ന സമയത്ത്, പക്ഷേ ഇപ്പോൾ അധികം അങ്ങനെ വെയിലൊന്നും കാണുന്നില്ലെങ്കിലും ചൂടധികമില്ല. കുഴപ്പമില്ലാത്ത നല്ലൊരു കാലാവസ്ഥ. മുകളിലോട്ട് പോകുന്തോറും തണുപ്പ് കൂടി വരുന്നു. ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വരുന്നതൊക്കെ ഒരു വളരെ നല്ല അടിപൊളിയായിട്ടാട്ടോ കൈകാര്യം ചെയ്യണത്. അതേപോലെ തന്നെ നല്ല രീതിക്ക് എന്താ പറയുക, നമുക്ക് മുന്നിലായതുകൊണ്ടാണോന്ന് അറിഞ്ഞൂടാ, നല്ല സുഖത്തിലാണ് യാത്ര. വലിയ കുലുക്കമൊന്നും അത്ര ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചത് നല്ലോണം കുലുങ്ങും എന്നായിരുന്നു, അതായത് മണ്ണിലേക്ക് ചാടണം. പക്ഷെ നല്ല രീതിക്ക് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണ പോലെ. ഞാൻ എന്നിട്ട് ചേട്ടനോട് ചോദിച്ചു ഇത് അഡീഷണലി എന്തെങ്കിലും കയറ്റിയതാണോ സസ്പെൻഷന് വേണ്ടിയിട്ട്. പക്ഷെ ഇത് വണ്ടിയുടെ വാങ്ങുമ്പോഴേ, അതായത് ഈ വണ്ടിക്കുള്ള സസ്പെൻഷൻ തന്നെ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഫ്രണ്ടിലായതുകൊണ്ടാണോ അറിയില്ല, ബാക്കിലിരിക്കണ ഒരവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇറങ്ങിയിട്ട് ചോദിച്ചു നോക്കാൻ കൂടെ ഉണ്ടായിരുന്നവരോട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതാ മുന്നിൽ അവിടുന്ന് ഓപ്പോസിറ്റിൽ നിന്ന് ജീപ്പ് വരുന്നുണ്ട്. യാതൊരു കുഴപ്പമില്ലാണ്ട് ആളിതാ അങ്ങനെ തന്നെ റിവേഴ്സ് പോയി ജീപ്പ് അങ്ങോട്ട് കയറ്റിയപ്പോൾ തന്നെ നമ്മളെ ജീപ്പ് പിന്നെയും മുന്നോട്ട് പോയിട്ടോ. നമ്മളെ നാട്ടിലെ
അല്ലെങ്കിൽ സ്ഥിരം ഈ റൂട്ടിൽ ഓടുന്നവരുടെ അവരുടെ പ്രത്യേകത തന്നെയാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളാണെങ്കിൽ ലേശം കയറ്റത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ ഒന്ന് എന്താ ചെയ്യേണ്ടത് അപ്പുറം ചാടിപ്പോവോ ടെൻഷനാവും. പക്ഷെ അവർ നല്ല രീതിക്ക് കിട്ടും. പിന്നെ ഞാൻ ചോദിച്ച സമയത്ത് ഇവിടെ പ്രൈവറ്റ് വെഹിക്കിളൊന്നും ഇപ്പം അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയറ്റാം. പക്ഷേ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ എങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടേതാണെന്നാണ് അവർ പറഞ്ഞത്. കാരണം കിട്ടുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് കാരണം നമ്മൾ കേരള ഫോറസ്റ്റും അല്ല കർണാടകേൻ്റെ അല്ലേ വരുന്നത്. അപ്പം ഇത് അങ്ങനെ വരാൻ താല്പര്യമുള്ളവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരിക. വല്ല മൃഗങ്ങളെയോ അല്ലെങ്കിൽ ആനേനെയൊക്കെ സ്പോട്ട് ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ചേട്ടനോട് ചുമ്മാ ചോദിച്ചതാണ്. ചോദിച്ചപ്പം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ആകെ വിഷമമായി, ഒന്നിനെയും കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള. അങ്ങനെ നമ്മളിപ്പം പിന്നെയും കയറിക്കൊണ്ടേ ഇരിക്കുന്ന കേട്ടോ. ഒരുപാട് കയറാനുണ്ട് സത്യം പറഞ്ഞാൽ. ഇത് ഞാൻ വീഡിയോ മൊത്തമായിട്ട് എടുക്കണില്ല, കാരണം വെച്ചാൽ അത് നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാക്സിമം. പക്ഷേ ഇത് ഓഫ് റോഡ് ഈ യാത്ര മാത്രം ഉള്ളതായതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും കൊള്ളിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കയറാനുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിക്കോളൂ. കാരണം പലർക്കും പല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് കയറുമ്പോൾ എങ്ങനെ എന്താ പറയുക പേടി കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ എന്താണെന്ന് ആദ്യം അറിയാൻ താല്പര്യമുള്ളവർക്ക് മൊത്തം ഇരുന്ന് കാണാമല്ലോ വെച്ചിട്ടാണ് ഞാൻ ഇതാ സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ബാക്കിലിരിക്കുമ്പം ശ്രദ്ധിക്കുക. ഇത് വരുന്ന വഴിക്ക് തന്നെ ഒരു ജീപ്പ് സൈഡാക്കിയിട്ട് അവർക്ക് വയ്യിലിരുന്ന ചേച്ചിക്ക് ഛർദ്ദിച്ച എന്തോ പ്രശ്നമാണ് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിർത്തി. അപ്പം ഛർദ്ദിക്കുന്നവർക്ക് ശ്രദ്ധിക്കാൻ ഗുളികയും കാര്യങ്ങളൊക്കെ കുടിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. കുറച്ച് ഓടാണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞ് ഈ കയറ്റവും ഈ കുലുക്കമൊക്കെ കൂടെ ആകുമ്പോൾ ഛർദ്ദിക്കാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഇവിടെ കുറച്ച് അടിപൊളി സ്ഥലം കേട്ടോ. നല്ല രണ്ട് ഭാഗം അങ്ങനെ കയറി വെച്ചിട്ട് മഴക്കാലം അല്ലാത്തതുകൊണ്ട് വേനലിൻ്റെ സമയമായതുകൊണ്ടാണ് തോന്നുന്നത് സൈഡിൽ പുല്ലും കാര്യങ്ങളൊന്നും ഇല്ല. അതായിരിക്കണം അവിടെയൊക്കെ ഭയങ്കര ഒരു വരണ്ട ഒരു ഫീൽ കിട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞ ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് വേണ്ടിയിട്ട് കഴുകി കൊടുത്ത കേട്ടപ്പോൾ അതാ ആ വണ്ടിയിലായിരുന്നു. ആ വണ്ടി നമ്മളെ മുന്നോട്ട് കയറിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇവരൊരു ചെയിനായിട്ട്, അതായത് ഓർഡർ തെറ്റിക്കാണ്ടാണ് പോകണമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ നമ്മളെ ഈ വണ്ടി ഇവിടെ നിർത്തി കൊടുത്തത് അവർക്ക് മുന്നോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ വണ്ടി അവിടെ നിന്ന് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇറങ്ങിയ വണ്ടിയാണത്. അതിടയ്ക്ക് ഇതേപോലെ കുറച്ച് അതിൻ്റെ ഉള്ള യാത്രക്കാർക്കുള്ള ചെറിയ ബുദ്ധിമുട്ട് കാരണം ഇറങ്ങേണ്ടി വന്നെങ്കിലും ആ വണ്ടീനെ പിന്നെയും ചേട്ടൻ മുന്നോട്ട് കയറ്റി വിട്ട് അവരതേ പോകുന്നു കേട്ടോ. പിന്നെ ഞാൻ ചോദിച്ചപ്പം ഇവർക്ക് ഒരു ദിവസം ഒരു ട്രിപ്പേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ 3:30 മുന്നേ അല്ലെങ്കിൽ 3 മണിയുടെ മുന്നേ അവിടെ തിരിച്ചെത്താൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തതും കൂടി എടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല, എല്ലാവരും ചിലപ്പം ഒരു ട്രിപ്പ് ആയിരിക്കില്ല, 2 ട്രിപ്പ് എടുക്കുന്നവരുണ്ടാവും. ഈ ചേട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞു, എല്ലാവരും ഒരു ട്രിപ്പ് എടുക്കുള്ളൂ, പിന്നെ ബാക്കിയുള്ളവർക്ക് 2 കിട്ടും എന്നുള്ള ലെവലിലാണ് പറഞ്ഞു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും രാവിലെ ഒരേ നേരത്തെ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. പക്ഷെ അതില്ലാണ്ടിരിക്കാനാണ് തോന്നുന്നുണ്ട് ഇവർ ഈ ഓർഡർ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് പോകണം. അതിൻ്റെ ഇതെന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ.
ഈ ഭാഗം കുറച്ച് പാറയാട്ടോ, പാറ കണ്ടോ, നല്ലോണം പാറ ചെത്തി മിനുക്കി എടുത്ത പോലത്തെ കുറച്ച് ഏരിയയാണ്, നല്ല കട്ടിപ്പാറ. പക്ഷേ വണ്ടിയിൽ അത്ര അതിനനുസരിച്ചുള്ള ആ കുത്തലുണ്ടല്ലോ, നമ്മൾ പാറേൻ്റെ മുകളിലേക്ക് ചാടി കുത്തി ഇറങ്ങുന്ന സമയത്തുള്ള ആ കുത്തൽ തീരെ ഫീൽ ചെയ്യണില്ല. അതാണ് ഞാൻ ഫസ്റ്റും പറഞ്ഞത്. വണ്ടിയുടെ ഇത് കേട്ടോ, നല്ല ഫുൾ പാറ, ഇത് നല്ല മിനുക്കി വെച്ച പാറ. മഴക്കാലത്ത് ചിലപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്താൽ അവിടെ വഴുതി പോകുമെന്നൊന്നും അറിഞ്ഞൂടാ, ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടതാണല്ലോ. കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ കാര്യങ്ങൾ. ഇവർ നല്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാട്ടോ, കാരണം ഡെയിലി വഴിക്ക് തന്നെ ഓടുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ടായിരിക്കണം. അങ്ങനെ ഇതിപ്പോൾ മുകളിലെത്തിയിട്ടോ, മുകളിലുള്ള ഒരു സീനൊക്കെ കാണുന്നത്. എന്നിട്ട് ജീപ്പ് വന്നിട്ട് കണ്ടോ മുട്ടക്കുന്നൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഇതാണ് താഴേന്ന് കണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. താഴേന്ന് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലേക്ക് പോകണമെന്ന്. അവസാനം നമ്മൾ അവിടെ തന്നെ എത്തിയിട്ടോ. പക്ഷേ ഇത് ഇപ്പോഴും പിന്നെയും നേരെ പോകണം, ഇങ്ങോട്ടൊന്നുമല്ല. ഇത് കറങ്ങി മലയുടെ ആ സൈഡിലേക്ക് പോകുന്നൊരു സെറ്റപ്പാണ്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കണ്ടോ, പിന്നെയും കറങ്ങിയിട്ട് തന്നെ പോകണം. അയ്യോ, ഇവിടെ എത്തിയപ്പോഴാട്ടോ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് മഞ്ഞിങ്ങനെ കോട കയറിക്കൊണ്ടേയിരിക്കുന്നു കണ്ടോ, നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് വീഡിയോയിൽ തന്നെ കാണാം. കോട ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്നു, നല്ല തണുപ്പാണ്. മുന്നിൽ പോണ ജീപ്പും കാണാം. ഒരു സൈഡ് നല്ല താഴ്ചയുള്ള ഒരു സെറ്റപ്പ് ആട്ടോ അവിടെ. പക്ഷേ ഇനി മുകളിലോട്ട് എങ്ങോട്ടാണ് പോകണമെന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തത്. കണ്ടോ, അങ്ങനെ മുകളിലെത്തിക്കുന്നത് നല്ല അടിപൊളി മുട്ടക്കുന്ന് പോലെ ഉണങ്ങി പിടിച്ച് കിടക്കുക. കാരണം മഴക്കാലത്ത് വന്നാൽ ഇത് ഫുള്ള് പച്ചപ്പായിരിക്കും. ഇതിപ്പം വേനൽക്കാലത്തായതുകൊണ്ട് ഇത് മൊത്തം ഉണങ്ങി പിടിച്ച് കിടക്കുന്ന ഒരു സീന് ഉണ്ടാവും. അതൊക്കെ ഇല പോലും ഇല്ലാത്തൊരു കുറ്റിച്ചെടി പോലെ കിടക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനി അതാ അങ്ങോട്ടാണ് പോകണമെന്ന് തോന്നുന്നത്. വണ്ടി പിന്നെയും കണ്ട ചീറി പാഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇവിടേക്കൊക്കെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ടോ, കാരണം അവിടേക്ക് നല്ല താഴ്ച കണ്ടോ, ഒരു താഴ്ച. അതേപോലെ കണ്ട വണ്ടി, അയ്യോ പോകുമ്പോൾ തന്നെ പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു പേടിയാണ് താഴോട്ട് നോക്കുമ്പോൾ.
അങ്ങനത്തെ ഒരു സ്ഥലത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടോ അവിടെ. അവിടെ കണ്ടോ, താഴോട്ട് നോക്കിയാൽ അവിടെ മൊത്തം കോടം കൂടി കയറിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, ആ ജീപ്പ് പോകണിട്ട് എനിക്ക് വീഡിയോ വന്നു. നമ്മളെ ജീപ്പ് അപ്പുറത്ത് കൂടെ എടുക്കാൻ എത്രയോ വലിയ ഭാഗ്യം. ഇത് ഇങ്ങനെ കാണുന്ന പോലെ ഇല്ല കേട്ടോ, നല്ല താഴ്ച താഴോട്ട് കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് വയ്യ. കണ്ട അയ്യോ, ഈ ഒരു അടുത്ത ജീപ്പും ആ ജീപ്പൊക്കെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോണത് നമുക്ക് എന്തായാലും നല്ല കാര്യം. കാരണം വെച്ചാൽ നമുക്ക് പേടിയാവും. ഇത് നമ്മളെ ജീപ്പ് അങ്ങനെ കുറച്ച് അങ്ങോട്ട് സ്ലിപ്പായി പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അത്രയും താഴ്ച അങ്ങോട്ട് പോകില്ല എന്നുള്ള ആലോചിക്കുമ്പോൾ ചേട്ടാ ഇവരെല്ലാവരും മറ്റേ ഗൾഫിലെ രീതി പോലെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടി ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്തിട്ടാണ് പോണേ. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കുറച്ച് പേടി ഒഴിവാക്കാം. പക്ഷെ തിരിച്ചു വരുമ്പോൾ നമ്മളെ വണ്ടി റൈറ്റ് കീപ്പ് ചെയ്ത് വന്നാൽ മതി. എന്ത് ഭംഗിയാണ് നോക്കിക്ക്, നല്ല അടിപൊളി. പക്ഷേ എന്താണെന്ന് അറിയാം, എനിക്ക് നല്ല പേടിയായി. ഹൈറ്റ് നല്ല പേടിയുള്ളതിനോണ്ട് തന്നെ എനിക്ക് പേടിയാവുന്നുണ്ടെങ്കിൽ ജീപ്പിൽ ഇരിക്കുന്ന സമയത്ത്. അയ്യോ, അതൊക്കെ പോകണം ചേട്ടാ. അത്രയും തെമ്പത്തൂടെ പോകണമെങ്കിൽ അതിൻ്റെ പേടിയൊന്നും ഈ ഡ്രൈവറായിട്ടില്ല കേട്ടോ. അത്രയും തെമ്പത്തൂടെ എന്ത് സ്പീഡിലാണ് പോകണേ. ഞാനാണെങ്കിലല്ലോ, ഞാനാണെങ്കിൽ ഒന്നും പറയില്ല, എനിക്ക് പേടിയായിട്ട് കഴിയും സത്യം പറഞ്ഞാൽ. ഇത്ര വിട്ടുവെച്ച് പോകുമ്പോൾ എനിക്ക് അത്ര കുഴപ്പമൊന്നും തോന്നുന്നില്ല കേട്ടോ. നേരത്തെ തെമ്പത്തൂടെ പോയ സമയത്താണ് ഭയങ്കര പേടിയായിട്ട്. പേടി പോകുന്നു, ആരായാലും പേടിയായി പോകില്ലേ. നമ്മളങ്ങനെ ഏകദേശം മുകളിൽ എത്തിയിട്ടോ. ഇനിയും ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇപ്പം തന്നെ എത്തുമെന്നാണ് തോന്നുന്നത്. 2 വളം കൂടെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാനതും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് ഭയങ്കര ഹരത്തിൽ കാഴ്ചയൊക്കെ കണ്ടിരുന്നെങ്കിൽ കൂടെ ഒരുപാട് നേരം ഇങ്ങനെ തന്നെ ഇരുന്നപ്പോഴേ നമുക്കൊന്ന് ഇറങ്ങി നടക്കാനുള്ള ഒരു പൂതിയൊക്കെ വന്നിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയിട്ടോ, മുകളിലെത്തി. നമ്മൾ ഇവിടെയാണെങ്കിൽ എല്ലാ ജീപ്പും നമ്മളെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലം. നമ്മളെ ജീപ്പ് ഓടിയുടെ സൈഡാക്കും. നമ്മളോടൊപ്പം ഇപ്പോൾ സമയം 12:15 1:30 ആകുമ്പോഴത്തേക്ക് എത്താനാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മറ്റുള്ളവരെ മയത്തിന് 1:45 എത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മളെ മുകളിൽ വരെയുള്ള വ്യൂ.